ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. ആതിര ചെന്ന് മാഷിനെയും കമലയും ആഹാരം കഴിക്കാനായി വിളിക്കുകയാണ്. തുടർന്ന് അവര് ആഹാരം കഴിക്കാൻ വന്നിരിക്കുന്നു. അതേസമയം അനൂപും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അനൂപിനോട് ആഹാരം കഴിക്കാൻ പറയുമ്പോൾ തനിക്ക് ഇപ്പോൾ വേണ്ടെന്നും അല്പനേരം കഴിഞ്ഞിട്ട് മതിയെന്നും അനൂപ് പറയുന്നു. അങ്ങനെ എല്ലാവരും ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് സന്ദീപിന്റെ കാര്യം ഓർമ്മ വരികയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആതിര മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇത് കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് കമലയും മാഷും. അവൾക്ക് വിശപ്പ് തോന്നുമ്പോൾ അവൾ വന്ന് കഴിച്ചോളും, നിങ്ങൾ കഴിക്കാൻ നോക്കെന്ന് പറഞ്ഞ് മീര ആഹാരം കഴിക്കുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ആതിരയെ വിളിക്കാനായി മുറിയിലേക്ക് പോയിട്ടും ആതിര വരാത്തതിൻ്റെ ദേഷ്യത്തിൽ വന്നിരിക്കുന്ന മീരയെയാണ്. തുടർന്ന് അനൂപ് അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല, അവൾക്കായിട്ട് തോന്നണ്ടേ. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന മാഷ് പറയുകയാണ്, നമ്മൾ അവളുടെ മാനസികാവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ വിവാഹാലോചനയുമായിട്ട് മുന്നോട്ട് പോകുന്നു, എന്നല്ലാതെ അവൾ ഇതുവരെ ഈ ആലോചനയ്ക്ക് സമ്മതിച്ചിട്ടില്ല. അതും കൂടി നമ്മളെല്ലാം ഓർക്കേണ്ടതാ. ഇനിയും അവളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ പിടിച്ചങ്ങ് കെട്ടിക്കണം, അതാ എൻ്റെ അഭിപ്രായമെന്ന് മീര പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന അർച്ചന പറയുകയാണ്, നല്ല അഭിപ്രായമാണല്ലോ. പറയുന്ന കൊണ്ട് അച്ചുവിന് ഒന്നും തോന്നരുത്. നീ ഇവിടെയുള്ളവർക്കും ആതിരയ്ക്കും ആവശ്യമില്ലാതെ ധൈര്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു വ്യത്യാസമേ ഉള്ളൂ, ഞാൻ അവളുടെ ഇഷ്ടം കണ്ട് അവളുടെ ഒപ്പം നിൽക്കുന്നു, നിങ്ങൾ അതിനെല്ലാം എതിര് നിൽക്കുന്നുവെന്ന് അർച്ചന പറയുന്നു. തുടർന്ന് അനൂപും അർച്ചനയും തമ്മിൽ ആതിരയുടെ പേരിൽ ഒരു വാക്തർക്കമാകുമ്പോൾ ദേഷ്യത്തോടെ കമല പറയുകയാണ്, ആദ്യം ആരെങ്കിലും ചെന്ന് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്ക്, അല്ലെങ്കിൽ അവൾ അന്നത്തെ പോലെ എന്തെങ്കിലും കടുങ്കൈ ചെയ്യാൻ നോക്കും. അനൂപിനും മീരയ്ക്കും ഒരു വാശി, അച്ചുവിനും ആതിരയ്ക്കും മറ്റൊരു വാശി. നിങ്ങളുടെ ഈ വാശിക്കും പിടിവലിക്കുമിടയിലെ സമാധാനം കിട്ടാത്തത് ഞങ്ങൾ രണ്ടുപേർക്കുമാണ്. ഇന്നലെ ഞങ്ങൾ രണ്ടാളും ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, അറിയാമോ? ഞങ്ങൾ രണ്ടുപേരും ആതിരയുടെ മുറിക്ക് കാവൽ നിൽക്കുകയായിരുന്നു. ഇന്നത്തോടെ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കണ്ടോണം. അത്രയും പറഞ്ഞുകൊണ്ട് കമല ദേഷ്യത്തോടെ പോകുമ്പോൾ അനൂപ് പറയുകയാണ്, ഞാൻ അജയൻ്റെ വീട്ടുകാർ വരാൻ പറയാനിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അർച്ചന ഒരു ഞെട്ടലോടെ അനൂപിനെ നോക്കുമ്പോൾ മീര പറയുകയാണ്, തടസ്സമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്. ഇതൊക്കെ കേൾക്കുന്ന അർച്ചന വിഷമത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെയാണ്. സന്ദീപിനെ കെട്ടിയിട്ട് ഉപദ്രവിക്കുകയാണ് അജയൻ. ആ ആതിരയുണ്ടല്ലോ, അവള് എൻ്റേത് മാത്രമാ, നിനക്ക് അവളെ വേണ്ടെന്ന് ഒരു ഉറപ്പ് തന്നാൽ മാത്രം മതി, ഞാൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാമെന്ന് അജയൻ പറയുമ്പോൾ സന്ദീപ് പറയുകയാണ്, നീ എന്നെ എവിടെയിട്ട് കൊന്നാലും ഞാൻ എന്താണെങ്കിലും അത് പറയാനേ പോകുന്നില്ല. അതേസമയം അനൂപ് അജയൻ്റെ ഫോണിലേക്ക് വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറയുകയാണ്. അങ്ങനെ അജയൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം സന്ദീപിനോട് പറയുകയാണ്, ഞാൻ നിന്റെ കാമുകിയൊന്ന് പോയി കണ്ടിട്ട് വരാം. ഇത് കേൾക്കുന്ന സന്ദീപ് ദേഷ്യത്തോടെ അജയനെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. ആതിര അർച്ചനയോട് പറയുകയാണ്, ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ഞാനാണ്. ഞാൻ ഇനി മുതൽ ആരെയും വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാൻ പോവുകയാണ്. ഇത് കേൾക്കുന്ന അർച്ചന ഒരു ഞെട്ടലോടെ ആതിരയെ നോക്കുകയാണ്. സന്ദീപുമായിട്ടുള്ള എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണെന്ന് ആതിര പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ബന്ധമല്ല നിൻ്റെയും സന്ദീപിൻ്റെയും. നീ അവൻ്റെ ഭാര്യയാണ്. എന്നിട്ട് ഈ പറഞ്ഞ ഭർത്താവ് എവിടെ? മറ്റൊരു പെണ്ണിനെയും കൊണ്ട് നാടുവിട്ടെന്നുള്ള പേരുദോഷമാണ് ഇപ്പോൾ എൻ്റെ ഭർത്താവിനുള്ളത്. നീയും അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഉണ്ടെന്നും അല്ലാതെ എന്നോട് പറയാതെ സന്ദീപ് എവിടെയും പോകാറില്ലെന്നും ആതിര പറയുന്നു. പിന്നെ ഇനി സന്ദീപ് തിരികെ വരുമ്പോൾ അവന്തിക സ്ഥാപിച്ചെടുക്കും, സന്ദീപും അനഘയും ഒന്നിച്ചായിരുന്നു പോയതെന്ന്. എന്നിട്ട് അവരുടെ വിവാഹവും നടത്തിക്കൊടുക്കും. അപ്പോഴും വിഡ്ഢിവേഷം കെട്ടി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. പിന്നെ ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്യണം, എൻ്റെയും സന്ദീപിൻ്റെയും ഡിവോഴ്സ് അതെനിക്ക് നടത്തി തരണം, അത്രമാത്രം. ഇത് കേൾക്കുന്ന അർച്ചന ഒരു ഞെട്ടലോടെ ആതിരയെ നോക്കുകയാണ്. നീ എന്താ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധ്യവുമുണ്ടോ? ആരെ വിശ്വസിച്ചില്ലെങ്കിലും നീ സന്ദീപിനെ വേണം വിശ്വസിക്കാനെന്നൊക്കെ അർച്ചന പറയുമ്പോൾ പിന്നെ ഞങ്ങളുടെ വിവാഹകാര്യം എന്തിനാ മറച്ചു വെച്ചിരിക്കുന്നതെന്ന് ആതിര ചോദിക്കുന്നു. ഇത് കേട്ട് ഒന്നും പറയാനാകാതെ നിൽക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.